ഇപ്പൊ ഡോക്ടർ ലൂ ആണ് സെൻജിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെ അതിനേശം അവളും ആലോചിക്കാൻ കുറച്ച് സമയം ചോദിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ലീവോനോട് ഇവൻ ആ ഗുളികയൊക്കെ എന്നും കഴിക്കുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ എപ്പോഴും എടുക്കുന്നുണ്ടെന്ന് ഇവളോട് കള്ളം പറയുമ്പം ഇവൾ ആ ഗുളികയൊക്കെ ഇവന്റെ ഫ്രണ്ടിൽ കാണിച്ചിട്ട് എങ്കിൽ പിന്നെ ഇതൊക്കെ എന്തോന്ന് പറഞ്ഞ് ഇവൻ എപ്പോഴാണ് നിർത്തിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇത് കഴിച്ച് അവന്റെ തലവേദനയൊക്കെ മാറുവാണ്, ഇവനോട് ഇതേപോലെ സ്നേഹം കാണിക്കുമെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവളും ഇവൻ എന്തോ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞ് അവൾ വ്യക്തമായിട്ട് സംസാരിക്കാൻ പറയും. അപ്പോഴാണ് അവനും എനിക്ക് ഇങ്ങനത്തെ ഒരു വയ്യായ്മ ഉള്ളതുണ്ടല്ലേ നീ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന് എന്നോട് ഇത്ര കെയറും കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഗുണമാകാതിരിക്കാൻ ആഗ്രഹമുള്ള ഒരു എനിക്കിങ്ങനെ സംഭവിക്കാനുള്ള കാരണം നീയാന്നല്ലോ കുറ്റബോധം ഉണ്ട്, അതെന്നോട് പറഞ്ഞേക്ക്, കാരണം നിനക്ക് ഇതൊരു പങ്കുമില്ല എന്നിന് ഇവൻ പറയുമ്പോൾ തന്നെ അവൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് അവൻ തടഞ്ഞെടുത്തിട്ട് സെൻജി നീ എന്തോ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും ഇപ്പോഴും കൊച്ചു കൊച്ചൊന്നുമില്ല, നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം എനിക്ക് നിന്റെ സ്വപ്നം വരുമെന്നൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ സമയത്ത് നിന്റെ സ്വപ്നം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറെ സൈക്കോളജിസ്റ്റിനെയൊക്കെ ചെന്ന് കണ്ടായിരുന്നു, സമയം പോകുന്നതോറും എനിക്കിതൊക്കെ മാറുമെന്ന് പറഞ്ഞ, പക്ഷെ എത്ര സമയം കഴിഞ്ഞാലും എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല, ഒരു സമയം എനിക്ക് മാത്രം വർക്ക് ചെയ്യുന്നില്ല, ഞാൻ പരമാവധി നിന്റെ സെയിം ലെവലിൽ നിൽക്കാൻ വേണ്ടിയാ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ വന്ന് എന്നിന് അവൻ പറയുമ്പോൾ തന്നെ അവളും നമ്മൾ തമ്മിലുള്ളെല്ലാം കഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇവനതൊക്കെ മറക്കാൻ വേണ്ടിയാ അവളിപ്പോ സഹായിക്കുന്നതെന്ന് പറയും. അങ്ങനെ അത് അവളുടെ കടമയാന്ന് പറയുമ്പം ഇത് കേട്ട് അവനും കടമയോ എങ്കിൽ പിന്നെ എനിക്കൊരു ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ നീ തീർച്ചയായിട്ടും എന്റെ പുറകെ വരത്തില്ല അല്ലേ, എനിക്കറിയാം ഞാൻ പറയുന്നതൊക്കെ എനിക്കെന്നെ നാണക്കേട് തന്നോ, പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് വരാനേ തോന്നുന്നുള്ളൂ, ഇനി നീ പറ സത്യമായിട്ട് നിനക്ക് എന്റെ ഹെൽത്തിനെ കുറിച്ച് മാത്രമേ വിഷമമുള്ളൂ, അല്ലാതെ എന്നോട് വേറെ സ്നേഹമൊന്നുമില്ല എന്നിന് അവനിങ്ങനെ പതിയെ അടുത്തേക്കൊന്ന് ചോദിക്കുമ്പം അവളും താമസിച്ച് ഇവനെ ചെന്ന് കിടക്കാൻ പറഞ്ഞിട്ട് അവളൊന്നും പറയാതെ റൂമിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അവന് റൂമിൽ ചെന്നിട്ട് ഇവൾക്ക് സോറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ലീവോടെ പരീക്ഷ എല്ലാം കഴിഞ്ഞുകൊണ്ട് അവൻ എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്ന പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് തന്നെ കുറെ കോളേജിൽ നിന്ന് ഇപ്പൊ തന്നെ വിളി വന്നു തുടങ്ങി അവരുടെ കോളേജിലേക്ക് അവൻ പഠിക്കാൻ വരാൻ വേണ്ടി. അതുകൊണ്ട് കുറെ കോള് സെൻജിങ് വരുമ്പം അവളും കുറെ സന്തോഷത്തി മറ്റുള്ളവരോടൊക്കെ ഷോ കാണിച്ചുകൊണ്ടിരിക്കും അവളുടെ അനിയൻ അത്രയ്ക്ക് ഇപ്പൊ ഫേമസ് ആയെന്ന്. അങ്ങനെ അതിനുശേഷം അവനെ വിളിച്ചോണ്ട് പുറത്ത് കഴിക്കാൻ വേണ്ടി പോകുമ്പം ഇവളും കുറെ കോൾസ് ഒക്കെ ഇവന് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് കുറെ വരുന്നുണ്ട്, ഇവൻ എൻട്രൻസ് എക്സാം എഴുതി മുമ്പേ തന്നെ കുറെ കോളേജിൽ നിന്നൊക്കെ വിളിച്ചെന്ന് പറയുമ്പം ഇത് കേട്ട് അവൾ സന്തോഷത്തി, എന്നാലും ഏത് കോളേജിലേക്ക് പോകണ്ടേന്ന് ഇവൻ വല്ലതും തീരുമാനിച്ചോന്ന് ചോദിക്കും. അങ്ങനെ ഇവന്റെ മാർക്കിന് മിക്കവാറും ഫേമസ് ആയിട്ടുള്ള കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയുമ്പം അവനും ഇവിടത്തെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള കോളേജ് അവനെ ചേർന്നാൽ മതി എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവളും അതും തൊട്ട് ഇവിടെ തന്നെ ചൂസ് ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് ദൂരെയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ഇതിനേക്കാളും പൊളിയാന്ന് അവൾ പറയുമ്പം അവൻ അവിടെ പോയാൽ പിന്നെ വീട്ടിൽ വരുന്ന പാടായിരിക്കുന്നു, ഇവളെ കാണാൻ പറ്റത്തില്ലെന്ന് വിഷമിച്ചു പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ആരായാലും കോളേജ് പഠിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പിന്നീട് എന്തായാലും ഇവ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ലെന്ന് അവൾ സമാനപ്പെടുത്താൻ നോക്കിയാലും അവന്റെ മനസ്സ് മാറത്തില്ല, അതുകൊണ്ട് തന്നെ അവളും ഇനി ഈ ദിവസം ഉണ്ട് രണ്ട് മാർക്ക് വന്നതിന് ശേഷം പതിയെ ആലോചിച്ച് തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവനാണ് അവളുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് ഇവളെ വിട്ടിട്ട് പോകാൻ അവന് മനസ്സിലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇവരുടെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരും. അതുകൊണ്ട് അവനും ഇവൻ എത്ര മാർക്ക് കിട്ടുന്ന നോക്കാൻ പോകുമ്പോൾ ഇവനായിരിക്കും 7ാമത്തെ റാങ്ക് വാങ്ങിച്ചത്. അതുകൊണ്ട് അവന് സന്തോഷത്തി അപ്പൊ തന്നെ അത് ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കും. അതോടെ അവള് മാർക്ക് അറിഞ്ഞ് സന്തോഷത്തി ഓടി വന്ന് ഇവന് ഹഗ് ചെയ്യുമ്പോൾ അവൻ മൊത്തത്തിൽ അങ്ങ് സ്റ്റണ്ണായി പോകും. പക്ഷെ അവളാണിപ്പോ ഭയങ്കര സന്തോഷത്തിലുള്ള അവളുടെ അനിയൻ എൻട്രൻസ് എക്സാമിൽ തന്നെ 7ാമത്തെ റാങ്ക് വാങ്ങിച്ചെന്ന്. എന്നിട്ട് അവൾ ഈ കാര്യം അവളുടെ വീട്ടുകാരെ എല്ലാവരും കൂടെ വിളിച്ചു പറയും. അതിനുശേഷം അവളുടെ അമ്മ അവിടേക്ക് വന്നിട്ട് ഇനിയിപ്പോ അവൻ നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ഇനി മോളുടെ ജീവിതം നോക്കുന്ന പറഞ്ഞ് അവൾക്കൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അത് കേട്ടിട്ട് അതിനൊക്കെ ഇനി സമയമുണ്ട് അമ്മയെന്ന് പറഞ്ഞ് അവരെ സമ്മാനപ്പെടുത്തി വീട്ടിലേക്ക് പോകാൻ പറയും. എന്നിട്ട് ഇവളും ജോലിക്ക് ഇറങ്ങുമ്പം അതേസമയം വീട്ടിൽ ലീവ് ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. അങ്ങനെ അവൻ ഏത് കോളേജ് ചൂസ് ചെയ്യണം നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ടാവോയാണ് അവളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയും. കാരണം അവൾ ചൂസ് ചെയ്ത പഠിത്തം അവളുടെ അച്ഛനമ്മ വേണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് അവൾ പുറത്തെങ്ങാണ്ട് ഒരു സിറ്റിയിൽ ഒറ്റയ്ക്ക് അങ്ങാണ്ട് പോയിരിക്കുക. അതുകൊണ്ട് ഇവന്റെ സഹായം വിളിക്കുമ്പോൾ തന്നെ ഇവൻ നേരെ അവനെ കാണാൻ വേണ്ടി ചെന്നിട്ട് ഈ കാര്യം സെൻജിങ്ങിനെ അറിയിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവളെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തോണ്ട് ഇവനെ മെസ്സേജ് അയച്ച് ചെന്നന്റെ കൂടെ അവൻ ടെങ് സിറ്റി വരെ പോവാന്നറിഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടും. അങ്ങനെ അതിനുശേഷം ഇവന്മാർ അവിടെ നോമ്പരാണ്. ഇതേ സമയം കമ്പനി വെച്ച് സെൻജിങ് ആണ് ഇവൻ അയച്ച മെസ്സേജ് കണ്ടിട്ട് ഇവൻ പെട്ടെന്ന് അവിടെ പോന്നെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു നോക്കും. പക്ഷെ അവന്റെ ഫോണാണ് ഇപ്പൊ റീച്ച് ആവത്തില്ല. എന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് അവൾ ഒന്നും കൂടെ ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവൻ ഫോൺ എടുക്കുന്നത്. അതുകൊണ്ട് അവളും ദേഷ്യത്തി ഇത്ര സമയം വിളിച്ചിട്ട് എന്താ എടുക്കാത്തേന്ന് പറഞ്ഞ് അവനോർത്ത് വിഷമിച്ച് ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴാ കണ്ടേന്ന് പറഞ്ഞ് അവന്റെ ഫോൺ ചാർജ് ചെയ്ത് ഓഫായി പോയെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ എന്തിനാ അവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവനും കൂട്ടുകാരൻ ചെന്നന്റെ കൂടെ വന്ന ഇവിടെ ഒരു ഫ്രണ്ടിന് പ്രശ്നമെന്ന് പറഞ്ഞ് അവന് ടാവോയുടെ കാര്യം പറയാതെ വന്നതിന് ശേഷം എല്ലാം ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് അങ്ങ് പോകും. അതിനെ ശിവന്മാർ രണ്ടുപേരും കൂടെ അവസാനം ടാവോനെ കണ്ടെത്തുമ്പം ചെന്നും ഭയങ്കര ദേഷ്യത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇവൾക്ക് അത്രയ്ക്ക് ധൈര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും വീട്ടിൽ കുറെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ. ഇനിയിപ്പോ ഇവൾ ഇവിടേക്ക് വന്ന കാര്യം ഇവന്മാരെല്ലാം പാര വെച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ചെന്നും അവൻ ആരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം ഇവന്റെ അങ്കിളിനോട് മാത്രമേ ഒന്ന് പറഞ്ഞോളെന്ന് പറയും. അങ്ങനെ അങ്ങേര് ഇവൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ സംസാരിച്ചു
സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ടാവോയും അവൾ ചുമ്മാ എടുത്തു ചാടിയൊന്നുമല്ല, അവൾ എന്തോ പഠിക്കാൻ തീരുമാനിച്ചോണ്ട ഇവിടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് ഇതേ കേട്ട് ചെന്നും എന്തായാലും നിനക്കൊരു എയിമൊക്കെയുള്ള നല്ല കാര്യം എന്നും പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാണ്, എന്നോടെങ്കിലും ആദ്യം അറിയിക്കേണ്ടത് നീ, നിന്നെ ഓർത്ത് എത്ര വരെ വിഷമിക്കുന്നത് എന്നിന് അവൻ അവളോട് പറയുമ്പോൾ തന്നെ ടാവോയും ഇനി അങ്ങനെ സീക്രറ്റ് ഒന്നും വയ്ക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വേണം ഇവള് പഠിക്കാൻ പോകുന്ന കോളേജ് ഇവന്മാർ രണ്ടുപേർക്കും ഒന്ന് നോക്കാന്ന് പറയും. അപ്പോഴാണ് ലീവും അവനെ കൊണ്ട് അകത്തേക്ക് വരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഇവളാണ് തീർച്ചയായിട്ടും വരാൻ പറ്റുമെന്ന് പറഞ്ഞ് നാളെ അവനെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലും. അതിനുശേഷം ഇവിടെ സെൻജിങ് ആണ് അവളുടെ കൂട്ടുകാരെ കാണാൻ പോയിട്ട് കോളേജ് തുടങ്ങുന്ന മുമ്പേ തന്നെ ലീവനും വിളിച്ചുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് അവൾ കുറെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാർ ഉറക്കെത്തി ആ പ്ലാനൊക്കെ അവന്റെ അടുത്ത് പോയി ചെയ്യും, എന്റെ അടുത്ത് എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞ് ഇവള് ക്ഷീണിച്ചുമായിരിക്കും. അപ്പോഴാണ് സെൻജിങ്ങും നമുക്ക് 3 പേർക്കും കൂടെ പോകാന്ന് പറഞ്ഞ് കൂട്ടുകാർ വിളിക്കുമ്പം അവള് ഷോപ്പ് നോക്കണം, അതുകൊണ്ട് അവളെ കൊണ്ട് വരാൻ പറ്റത്തില്ലെന്ന് പറയും. എന്നിട്ട് സെൻജിങ്ങും ഈ ലീവ് ഇപ്പൊ കുറെ വളർന്നെന്ന് പറഞ്ഞിട്ട് ഇവളോടൊന്നും പറയാതെ പെട്ടെന്ന് അവന്റെ ഫ്രണ്ട്സുമായിട്ട് വേറെ സിറ്റിയിലേക്ക് ഇറങ്ങാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്തോ റീസൺ ഇവളോട് ഇതുവരെ പറഞ്ഞില്ല, അതുകൊണ്ട് ആ ഒരു ചെറിയ സങ്കടം അവൾക്കുണ്ട്. അപ്പോഴാണ് കൂട്ടുകാരും അവൻ ഇപ്പോഴും കൊച്ചുകൂട്ടുന്നില്ല, അവനൊരു ആണായെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ കുറെ ഇട്ട് അവനെ കൺട്രോൾ ചെയ്യാണ്, മിക്കവാറും അവനെ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതേട് സെൻജിങ്ങും അവൻ മറ്റുള്ളവരെ പോലെ ഒന്നല്ല, ഇവൾക്ക് നല്ല പേര് വാങ്ങിച്ചിരുന്ന ഒരു അനീനാന്ന് പറഞ്ഞ് അവനുള്ള ഫേമസ് ആയിട്ടുള്ള കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സമയത്ത് ലീവ് ആണ് ഇവളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം പൈസ അയച്ചു തന്നിട്ട് അവൻ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്തതിന് അവൻ ഈ പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് കണ്ട് അടുത്ത സെക്കൻഡ് അവൾ ഷോക്കായി പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് അവൻ എവിടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ വീട്ടിൽ വന്ന കാര്യം അറിഞ്ഞ് ഇവളെ നേരെ അവനെ കാണാൻ ചെന്നിട്ട് ഈ 1 ലക്ഷം എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള ഒരു കോളേജ് എനിക്ക് അഡ്മിഷൻ കിട്ടി, അവരെനിക്ക് പൈസ അയച്ചെന്ന്, കൂടാതെ എനിക്ക് ഫീസും അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നിന് അവൻ പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഫേമസ് ആയിട്ടുള്ള കോളേജൊന്നും ഇവ നോക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ഇവിടെ തന്നെ പഠിക്കാൻ പോകുന്ന പറയുമ്പം ഇത് കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വരും. ലീവോ നീ എന്ത് പണ്ടത്തരാ കാണിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ ഫേമസ് ആയിട്ടുള്ള കോളേജൊക്കെ തപ്പി വെച്ചോണ്ടിരിക്കുക, നീ ഇവിടുത്തെ ഒരു സാധാരണ കോളേജിൽ നിന്ന് പഠിക്കാൻ പോകുന്നു, ഞാനൊന്നും ഇതിന് സമ്മതിക്കത്തില്ല എന്നിന് അവളും പറയുമ്പം അവൻ ഇത് കേട്ട് വിഷമിച്ചിട്ട് ചേച്ചി ഞാൻ നല്ലോണം തീരുമാനം എടുത്തിട്ടാ ഈ കോളേജ് അഡ്മിഷൻ എടുത്ത്, ഇവിടെ തന്നെ പഠിച്ചിട്ട് ഞാൻ PhD ഒക്കെ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്, കൂടാതെ ഞാൻ അഡ്മിഷൻ എടുത്തുപോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളോടും പറയാതെ അഡ്മിഷൻ എടുത്തിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ടേക്കൊന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ഇത്രയും വലിയ തീരുമാനം ഇവളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയില്ലെന്ന് പറഞ്ഞ് അവള് ചോദിക്കുമ്പോ തന്നെ അവൻ ആദ്യം തൊട്ട് ഇവിടെ തന്നെ പഠിക്കാനാ അവൻ തീരുമാനിച്ചെന്ന് അറിയും. അപ്പോഴാണ് അവളും ഇവന് വേണ്ടി വെക്കേഷന് പ്ലാനൊക്കെ ചെയ്ത് അഡ്മിഷൻ വാങ്ങിക്കാൻ വിചാരിച്ചിരുന്ന ഇവൻ പറയാതെ പോലെ അഡ്മിഷൻ എടുത്തിട്ട് ഇവളെ കളിയാക്കണം ചോദിക്കും. അപ്പോഴാണ് അവൻ എന്തോണെന്നറിയാതെ എന്തായാലും ചേച്ചി പഠിച്ച കോളേജല്ലേന്ന് പറഞ്ഞ് അവൻ ആ കോളേജിൽ തന്നെ പഠിക്കാനാ തീരുമാനിച്ചെന്ന് അറിയും. കൂടാതെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവന് ഇവരുടെ കടമൊക്കെ അടച്ച് അവന് പൈസ ഇല്ലാതെയും പഠിക്കാൻ പറ്റുന്നതെന്ന് അറിയും. അതോടെ അവളും ദേഷ്യത്തി ഇവനോട് ഇപ്പൊ ആരെ പൈസ ചോദിച്ചെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ കോളേജിൽ വന്ന് ഈ അഡ്മിഷനെ ക്യാൻസൽ ആക്കാൻ പറയും. അപ്പോഴാണ് അവനും വരത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുമ്പം ഇവളും വെറും 1 ലക്ഷത്തിന് വേണ്ടി ഇവന് കിട്ടാമോ നല്ല അവസരം കളയാൻ പോകണം ചോദിക്കും. അങ്ങനെ ഈ പ്രായത്തിന് ഇവൻ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ലെന്ന് പറയുമ്പോൾ അവനും പെട്ടെന്ന് അവൻ ആലോചിക്കാനുള്ള വയസ്സൊക്കെ ഇപ്പൊ എത്തിയെന്ന് പറഞ്ഞ് ആ പൈസ കണ്ടിട്ടല്ലേ ഇവൻ അഡ്മിഷൻ എടുത്ത് വേറെ റീസൺ ഉണ്ടെന്ന് ഇവളോട് പറയും. അപ്പോഴാണ് അവളും ആ റീസൺ എന്തോന്ന് ഇവനോട് ചോദിക്കുമ്പോൾ ഇവനെ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇവളെ മിസ് ചെയ്യുന്ന വിചാരിച്ച അവൻ ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ എടുത്ത്, പക്ഷെ ആ കാര്യം ഇവളോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവൾക്ക് ദേഷ്യമായി എന്തോ റീസൺ പോലെ നിനക്ക് എന്നോട് പറയാൻ പറ്റത്തില്ലെങ്കിൽ നീ എന്നെ ഒരു അയൽവാസിയായിട്ടല്ലേ ഇപ്പോഴും കാണുന്നത്, എന്നാ ശരി ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യുന്ന വിചാരിച്ച ഇനിയിപ്പോ നിന്റെ ഇഷ്ടത്തിന് നീ എന്തോ വേണമെങ്കിൽ ചെയ്തോ, ഞാൻ നിന്നെ ശല്യപ്പെടുന്നില്ല എന്നിട്ട് അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി തന്നെ ഇവന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് പുറത്ത് അവള് ഹോളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇവൻ അടുത്തേ ചെന്ന് ഇവള് ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ആ ബുക്കിന്റെ പേപ്പറൊക്കെ എടുത്ത് അവൻ ക്ലീൻ ചെയ്ത് വെച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും പോകുന്നതിന് മുമ്പ് ഇവളോട് ഇതുവരെ ഇവന് വേണ്ടി ചെലവാക്കിയ പൈസയൊക്കെ അവനൊരു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുമെന്ന് പറയും. അങ്ങനെ അതെല്ലാം കൂട്ടി ഈ 1 ലക്ഷത്തി അടങ്ങുമെന്നറിയത്തില്ല, ഒരേ ഷിന്നിയും ആവശ്യമുണ്ട് അവൻ പിന്നീട് അടയ്ക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവള് സങ്കടത്തി ഓ നിനക്ക് എല്ലാ കാര്യം ഇപ്പൊ സെറ്റിൽ ചെയ്യണം അല്ലേ, ആദ്യം തൊട്ട് നീ പ്ലാൻ ചെയ്തോണ്ടിരുന്നതാണ്, എങ്കിൽ പിന്നെ നീ എന്തിനാ ചേച്ചിന്ന് വിളിക്കുന്നത്, എന്നെ ചേച്ചിയായിട്ട് കാണുമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയ പൈസയൊക്കെ നീ ഇങ്ങനെ കണക്ക് കൂട്ടോ, നിനക്കിനി എന്റെ സഹായം ആവശ്യമില്ലെങ്കിൽ എങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോവാം എന്നിട്ട് അവൾ പറയുമ്പോൾ തന്നെ അവനും ഇത്രയും വർഷം നോക്കിയതിനെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവനെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അതിനുശേഷം ഇവൻ എവിടെ താമസിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാർ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയൊന്നെന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ എന്തോ പറ്റുകയും ചെയ്യും. അപ്പോഴാണ് ലീവും അവന്റെ ചേച്ചിയായിട്ട് വഴക്കായെന്ന് പറഞ്ഞ് അവൻ തൽക്കാലം വലിയ ഹോസ്റ്റലിൽ ചെന്ന് താമസിക്കാമോ എന്ന് പറയുമ്പോൾ ചെന്നാണ് എങ്കിൽ പിന്നെ അവൻ തിരിച്ചു വരുന്നവരെ എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ പിന്നീട് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒപ്പിച്ചേരാന്ന് പറയും. ഇതേ സമയം തന്നെ സെൻജിങ് വീട്ടിലിരുന്ന് അവനോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം സാറും ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നോന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എവിടെ താമസിക്കാൻ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ അവന് ചെന്നിന്റെ പ്ലേസിലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ സെൻജിങ് ആണ് അവൾ വിഷമത്തിലായതുകൊണ്ട് അവളുടെ അമ്മയെ കാണാൻ വേണ്ടി വരുമ്പോൾ അവരുകൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ കൊടുത്തിട്ട് അവന്റെ അഡ്മിഷന്റെ കാര്യമൊക്കെ എന്തോ ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ അവനായിട്ട് തന്നെ തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് അവൻ ചെയ്തു വെച്ച കാര്യമൊക്കെ പറയുമ്പോൾ ഇവളുടെ അമ്മയെ സന്തോഷത്തി എങ്കിൽ പിന്നെ അതും നല്ല കോളേജല്ലേ എന്ന് പറഞ്ഞ് ഇവൾ അവിടെ അല്ലേ പഠിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് സെൻജിങ്ങും അവൻ
അവന് ആവശ്യമുള്ളത് സയൻസാ, പക്ഷെ അതിന് പറ്റിയ കോളേജ് അതല്ലെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യം പറയുമ്പോൾ തന്നെ ഇവളുടെ അച്ഛനമ്മയും കൂടെ ഇത് കേട്ട് ഇവളും പഠിക്കുന്ന സമയത്ത് ഇതേപോലെ അല്ലായിരുന്നെന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്തും. അങ്ങനെ അതിനേശം അച്ഛനും അവൻ എന്തോ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും ഇതുവരെ ചെലവാക്കിയ പൈസ എല്ലാം അവൻ തിരിച്ചെന്നു പറയും. കൂടാതെ അവനോട് ഇപ്പോഴാരാ പൈസ വെച്ചെന്ന് പറഞ്ഞ് ഇവളെ കുറച്ച് വിഷമിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇവളുടെ അച്ഛനാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രം നോക്കിയാൽ പോരാ, അവന്റെ കാഴ്ചപ്പാടിൽ നോക്കണം എന്ന് പറഞ്ഞ് അവൻ പണ്ട് തൊട്ടേ ഒരു നല്ല മെച്യൂറായിട്ടുള്ള പയ്യനാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവൾക്ക് ആ പൈസ തന്ന്. പക്ഷെ അത് പൈസ കാരണമായിരിക്കത്തില്ല, അവന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാണുന്നറിഞ്ഞ് അവന്റെ തീരുമാനത്തിന് അംഗീകരിക്കാൻ പറയും. കാരണം എന്നാലേ അവന്റെ മനസ്സിൽ ഒരു ഭാരവും കാണത്തില്ലെന്നറിഞ്ഞ് ഇവളുടെ അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇപ്പൊ ചെന്നും ലീവോനെ അവന്റെ അങ്കിളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങേരെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിനേശം ആങ്ങും അവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ അടുത്ത് തന്നെ ഇവനെ റൂം ഒപ്പിച്ചു കൊടുക്കുമ്പോൾ ലീവോ ആണ് വാടക എത്രയും ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കും. അപ്പോഴാണ് ചെന്നിന്റെ അങ്കിളും വാടകയുടെ ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങോട്ടേക്ക് വരും എന്നറിഞ്ഞ് ഇവന് ഫ്രീ ആയിട്ട് തന്നെ താമസിക്കാൻ പറഞ്ഞിട്ട് പോകും. അതിനേശം ലീവും അവൻ സെൻജിങ്ങിനെ മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവളുടെ ദേഷ്യം ഇപ്പോഴും കുറഞ്ഞാണത്തില്ലെന്ന് പറഞ്ഞ് അവന് വിഷമിച്ചിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവനും അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന ഓഗസ്റ്റ് 2 സെൻജിങ്ങിന്റെ ബർത്ത്ഡേ ആണെന്ന്. അതുകൊണ്ട് അവൻ അപ്പം തന്നെ എന്തോ ഗിഫ്റ്റ് വാങ്ങിക്കട്ടെന്ന് പറഞ്ഞ് ഒരു പിടിയില്ലാത്തതുകൊണ്ട് ചെന്നിനോട് സഹായം ചോദിക്കുമ്പോൾ അവനും ആർക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാമോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ലീവും ഇന്ന് അവന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവന് സന്തോഷത്തി. എങ്കിൽ പിന്നെ ഈ ചാൻസ് യൂസ് തന്നെ ചേച്ചിയായിട്ടുള്ള പ്രശ്നമൊക്കെ തീർക്കെന്ന് പറഞ്ഞ് അവന് ടാവോട് സഹായം ചോദിച്ച് കുറച്ച് സജഷനൊക്കെ ഇവൻ അയച്ചുതരാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവസാനം ലീവും അവൾക്ക് എന്തോ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് അവൻ നേരെ അവൾ ഇല്ലാത്ത സമയം നോക്കി വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയത്താണ് സെൻജിങ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് പേടിച്ചൊക്കെ സൈഡിൽ നോയിക്കൊണ്ടിരിക്കും. ഇതേ സമയം അവള് വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് അവള് റെസ്റ്റ് എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് പുറത്തിരുന്ന് ഇവനും ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്ന് പറഞ്ഞ് അവളെ കാണാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് പുറത്ത് നല്ല മഴ പെയ്യുമ്പം ഇവളാണ് ബോധമില്ലാതെ ലീവോ ആ ജനാലടയ്ക്കെന്ന് പറഞ്ഞ് അവനുള്ള ഓർമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് ഇവൾക്ക് മനസ്സിലാന്ന് അവൻ ഇപ്പൊ ഇവിടെ താമസിക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഇവൾ അവനെ കുറെ മിസ് ചെയ്യും. അതിനേശം അവള് വാഷ്റൂമിലേക്ക് ചെല്ലുമ്പം അവിടെ അവൻ വാങ്ങിച്ചെന്ന് ആ ഗിഫ്റ്റ് കാണും. എന്നിട്ട് അവളത് ഓപ്പൺ ചെയ്യാതെ ഇവൻ അയച്ച മെസ്സേജ് നോക്കുമ്പം അവന് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്ന് മെസ്സേജ് ഇട്ടിട്ട് ഇവൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് അവന് വിഷ് ചെയ്തേക്കും. അപ്പനാണ് അവളും തിരിച്ച് അവന് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അവന് താങ്ക്സ് പറഞ്ഞ് റിപ്ലൈ ഇടും. അതോടെ അടുത്ത സെക്കൻഡ് അവനും നടന്നതിനൊക്കെ സോറി എന്ന് പറഞ്ഞ് അവൾക്ക് തിരിച്ച് മെസ്സേജ് ഇടും. അതിനേശം അടുത്ത ദിവസം അവനും ഇവളെ കമ്പനി വെച്ച് കാണുമ്പം അവൾ ഇവൻ ഇവിടെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പനാണ് അവനും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ ആ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവളും പൈസയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ എന്തിനാ പൈസ ചിലവാക്കി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ, യൂസ്ഫുൾ ആയിട്ട് അവൻ വാങ്ങിക്കാൻ തോന്നിയോണ്ട് വാങ്ങിച്ചാന്ന് പറയുമ്പോൾ ഇവൾ ആ പൈസയ്ക്ക് വല്ല ബുക്കും എല്ലാം വാങ്ങിച്ചാൽ പോരാന്ന് പറഞ്ഞിട്ട് അവനോട് കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചിട്ട് പോകും. അപ്പോഴാണ് അവനും പറയുന്നിട്ട് വീണ്ടും അവളോട് സോറി പറയും. ചേച്ചി എന്നോട് ദേഷ്യത്തിലാന്ന് എനിക്കറിയാം, ഞാൻ തിരിച്ച് പൈസ ഇരുന്ന് പ്രതീക്ഷിച്ചൊന്നല്ല, നിങ്ങൾ എന്നോട് സ്നേഹം കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നിരുന്നാലും ഞാനിപ്പോൾ എടുത്ത തീരുമാനം ഞാൻ നല്ലോണം ആലോചിച്ചിട്ടെടുത്ത്. ആ കോളേജ് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ എയെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും, കൂടാതെ അതും നല്ല ഡെവലപ്പായ കോളേജാ എന്ന് അവൻ പറയുമ്പം ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ അത്രയൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ പിന്നെ മുമ്പ് ചോദിച്ചപ്പോൾ ഇവളോട് എന്താ പറയാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചിലപ്പോൾ ചേച്ചി സമ്മതിക്കത്തില്ലെന്ന് പേടിച്ച അവൻ പറയാതിരുന്നെന്ന് പറയും. ഇത് കേട്ട് അവളും കലിപ്പിച്ച് എങ്കിൽ പിന്നെ ഇവൾ സമ്മതിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ തന്നെ നേരിട്ട് അഡ്മിഷൻ എടുത്തോന്ന് പറഞ്ഞ് ഇവളെ കണ്ട് അത്രയ്ക്ക് പേടിയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനൊന്നുമില്ല, അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ഇവളാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും കുറെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ അവൻ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെന്ന് പറയുമ്പം ഇവളും എങ്കിൽ പിന്നെ പഠിച്ചോണ്ട് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത ഇവനെ കൊണ്ട് സമയമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം അഡ്മിഷൻ കിട്ടിയാലും പഠിച്ചാലേ പിന്നെ മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് ഇവനോട് പറയുമ്പം അവന് തീർച്ചയായിട്ടും ഇനി ഞാൻ പഴയതുപോലെ തന്നെ പഠിക്കുമെന്ന് പറഞ്ഞ് ചേച്ചി വിശ്വസിക്കണമെന്ന് അവനും പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഈ തീരുമാനം ഇവനെടുത്തെന്ന് പറഞ്ഞിട്ട് അതിന് പിന്നീട് മാറില്ലെന്ന് പറയുമ്പോൾ അവന് ഒരിക്കലില്ലെന്ന് പറഞ്ഞ് അവളോട് തിരിച്ചു പറയുമ്പോൾ തന്നെ ഇവള് കുറച്ചു നടന്നു പോയിട്ട് ഇവനെന്താ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് സന്തോഷത്തി ഞാൻ വീട്ടിൽ വന്ന കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ അവളും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ എനിക്കും ലൈസൻസ് കിട്ടി, ഇനി ഞാൻ ചേച്ചിക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യാം എന്ന് അവൻ പറയുമ്പോൾ തന്നെ അവളിപ്പോൾ എല്ലാ കാര്യം പഠിച്ചോന്ന് പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല ഇവൾ ഓടിച്ചോളെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get